വിഷുദിനത്തിൽ കൃഷ്ണ ഭഗവാനെ അവഹേളിച്ച് പോസ്റ്ററുകൾ ഇറക്കിയ സംഭവത്തിൽ പ്രതിഷേധവുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തിരുവനന്തപുരം മഹാനഗർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നാമജപ പ്രതിഷേധ ധർണ നടക്കുകയാണ്. തത്സമയത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്ന വിധത്തിൽ പ്രതികരിച്ചുണ്ടാവില്ല. ഒരു കാര്യം ഈ തീവ്രവാദികളോടും അതേപോലുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇനിയും നിങ്ങൾ ഹിന്ദു സമൂഹത്തിനെ മനസ്സിലാക്കിയിട്ടില്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എക്കാലത്തും അടിമകളായി ജീവിക്കാനാണോ, അല്ലെങ്കിൽ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണോ കേരളത്തിലെ ഹിന്ദു സമൂഹം? ഒരിക്കലുമല്ല. തീവ്രവാദ പ്രവർത്തനം വ്യാപകമായി നടത്തുന്നു. ഈ വ്യാപകമായി നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിന് ആരാണ് കുടപിടിക്കുന്നത്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അതേപോലുള്ള രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളുമാണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വിലക്കെടുത്ത ചില വ്യക്തികളുണ്ട്, ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാർ. എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ മുഴുവൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജയചന്ദ്രന്മാരുണ്ടായിട്ടുണ്ട്, ജയസിംഹന്മാരുണ്ടായിട്ടുണ്ട്. ഭാരതത്തിലെ ഉയർന്നു വരുന്ന ഹിന്ദുക്കളെ വിട്ടുകൊടുക്കാനുള്ള ആൾക്കാർ എല്ലാ കാലത്തും വിലക്കെടുത്ത് വെച്ച ആളുകളുണ്ടായിരുന്നു. ഇതേപോലെയാണ് ഇന്നും ഹിന്ദു നാമധാരികളായുള്ള ചില ആൾക്കാർ ഈ പ്രശ്നത്തെ അതേപോലെ കാണാൻ വേണ്ടി പണം വാങ്ങിച്ച് മുന്നോട്ട് വരുന്ന ആളുകളെ നമ്മൾ കണ്ടു. നേരത്തെ ഇവിടുത്തെ സൂചിപ്പിച്ച ജിഹാദിൽപ്പെടുത്തി കൊണ്ടുവന്ന വിവാഹം കഴിച്ചു കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും ആശീർവാദത്തോടുകൂടി രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ആ വിവാഹത്തെ സംബന്ധിച്ച വിവാഹമാണെങ്കിൽ ഇന്ന് ഒരു പ്രമുഖ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ആ പ്രസ്താവന എന്താണ്? അത് ലവ് ജിഹാദല്ല, സ്നേഹിച്ചിട്ടുള്ള കല്യാണമാണ്. പെട്ടെന്നങ്ങ് സ്നേഹിക്കല്ലേ ചെന്നിട്ട്. ആ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് പോലും ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല അമ്മയുടെ മകനായതുകൊണ്ട് ഞാൻ ആ വേണ്ടാത്ത വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും ശരി, നേരത്തെ അവിടെ ചിലർ സൂചിപ്പിച്ചതുപോലെ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഹിന്ദുവാണ് കേരളത്തിൽ എന്ന് മനസ്സിലാക്കണം. നിരവധി സംഘടനകൾ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി, അവരുണർത്താൻ വേണ്ടി, അവരുയർത്താൻ വേണ്ടി, അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടി, അവരോട് പ്രതികരിക്കാൻ വേണ്ടി, പ്രതിഷേധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ ജിഹാദികളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയാൽ അടികൊണ്ട് പോകുന്നവരല്ല. നേരത്തെ പറഞ്ഞതുപോലെ 1921 ഹിന്ദു അല്ല, 1952 ശേഷം കേരളത്തിലുണ്ടായ മാറ്റം ഹിന്ദു സമൂഹത്തിന് ഇന്നത്തെ ആൾക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത്തരക്കാർ അതിനേക്കാൾ എത്രയോ സംഘടിച്ച് ശക്തരായ ഹിന്ദുവാണ്. ഇവിടെയാണ് ചേങ്കോട്ടോണം ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന സത്യാനന്ദ സരസ്വതി തിരുവടികളെ നമ്മൾ ഓർക്കണം. ആ സത്യാനന്ദ സരസ്വതി തിരുവടികളും ചിന്മയാനന്ദ സ്വാമികളും അതേപോലത്തെ പ്രമുഖരായുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ തൊടുത്തുവിട്ട ഹിന്ദു സംഘടിത ശക്തിയുണ്ട്. ആ ശക്തിയെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും ഇന്ന് സാധ്യമല്ല എന്ന് പറയാൻ ഈ സമയത്ത് ഈ ശ്രീ പത്മനാഭൻ്റെ നടക്കിൽ നിന്നുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ശക്തികൾ ഓർക്കേണ്ടത്, ഇനിയും നിങ്ങൾ അടുപ്പത്ത് വെച്ച വെള്ളം താഴെ വാങ്ങിച്ചു വയ്ക്കുകയാണ് നല്ലത്. ഒന്നല്ല, നിരവധി പ്രദേശങ്ങളിൽ ഇതേപോലത്തെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും. അതിനാൽ ഹിന്ദു സമൂഹത്തോട് പറയാനുണ്ട്, ഹിന്ദു സംഘടനകളോട് പറയാനുണ്ട്, ഓർത്തിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഏത് സമയത്തും നമ്മുടെ നേരെ ഇതേപോലത്തെ പ്രശ്നങ്ങളുമായി വരാൻ പ്രേരിപ്പിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാരുണ്ട്, അവർക്ക് ചൂട്ടുപിടിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇന്ന് തിരുവനന്തപുരവും ഇത് തന്നെയാണ് സ്ഥിതി. നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നടക്കുന്ന ധാരാളം കടകൾ പറയാതിരിക്കാൻ നിവൃത്തില്ല. നമ്മൾ ശ്രദ്ധിച്ച് നടക്കേണ്ടതാണ് ഹിന്ദു സമൂഹം. ഈ കടകളിൽ അകത്ത് മുഴുവൻ ഒരു സമയത്ത് ആയുധപ്പുരകളായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ആൾക്കാർ ആയുധങ്ങളുമേന്തി ഉള്ളിൽ നടക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നിരവധി ആയുധശാലകൾ
വിദേശത്ത് രാജ്യങ്ങളിൽ നിന്നും പോലും വരുന്ന ആളുകൾ അവരെ കണ്ടെത്താനുള്ള പരിപാടി എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ചിന്തിക്കേണ്ടതാണ്. ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനധികം ദൂരേക്കൊന്നും പോകണ്ട. ഈ കിഴക്കേക്കോട്ട മുതൽ അങ്ങ് കമലേശ്വരത്തിനപ്പുറം വരെ പോയി അമ്പലത്തറ വരെ കഴിഞ്ഞാൽ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നിലകൊള്ളുന്ന ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലേക്ക് രാത്രികാലങ്ങളിൽ വരുന്ന ആളുകളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കേണ്ടതല്ലേ? ഇതെല്ലാം ഇതിൽ ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട്, അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഏതായാലും ആ വിദൂരമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതിനെതിരായി പ്രതികരിക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വന്ദേ മാതരം.